പഴംപൊരി ഇഷ്ടമില്ലാത്തവർ കാണുമോ? വളരെ ചുരുക്കമായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഇവിടുത്തെ ആർമി ക്വാർട്ടേഴ്സിലെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും എനിക്കിവിടെങ്ങും നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴമില്ലേ, അത് കാണാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം പോയിട്ട് വന്നപ്പം 1 കൊല ഏത്തപ്പഴവുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് എന്താ, ലാവിഷായില്ലേ. പഴംപൊരി ഉണ്ടാക്കാം, പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് മോന് കൊടുക്കാം, പുഴുങ്ങി കഴിക്കാം, അല്ലാതെ കഴിക്കാം. നാട്ടിൽ നിന്ന് മാറിയപ്പോഴാണ് ഈ ഏത്തക്കയുടെ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്. ഇത് നമ്മുടെ ലീവ് തീരുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസത്തെ വൈകുന്നേരമാണ് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പും മഴയും ഒരു മൂടി പുതച്ച അന്തരീക്ഷം. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ മലയാളികൾക്ക് ഈ എണ്ണ പലഹാരത്തെക്കാട്ടി വലുത് എന്താണല്ലേ. ഞങ്ങൾ പാൽച്ചായ ഫാൻസ് ആണെങ്കിലും നമ്മുടെ ലീവ് തീരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പാല് കിട്ടി തുടങ്ങിയില്ല. അതുകൊണ്ട് കട്ടനിലൊതുക്കി. ഒരു ചായ പോലും ഇടാൻ അടുക്കളയിലേക്ക് കയറാത്ത ഞാൻ ഇപ്പോൾ ഒരു അടുക്കള മൊത്തം കൈകാര്യം ചെയ്യുന്നു. എന്നിലെ ചില മാറ്റങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. മനുഷ്യനല്ലേ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറണം. നമ്മുടെ കട്ടനും പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ഫാമിലിയുടെ കൂടെയുള്ള ചെറിയ ചെറിയ ഇത്തരം നിമിഷങ്ങൾ നൽകുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. ഭാര്യ നാട്ടിലും ഭർത്താവ് വിദേശത്തുമൊക്കെ ആയിട്ട് നിൽക്കുന്ന എത്രയോ ഫാമിലികളുണ്ടല്ലേ. ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നിൽക്കാൻ പറ്റാത്ത എത്ര പേർ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് സന്തോഷവാന്മാരാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം. See you soon.